ഹലോ നമസ്കാരം. അപ്പോൾ എങ്ങനെയാ കാര്യങ്ങൾ? ബംഗ്ലാദേശ് നാട്ടിലേക്ക് ടിക്കറ്റ് എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ടീം ഇന്ത്യ ആവട്ടെ ആ ഒരു വിജയ കുതിപ്പിന്റെ ആധിപത്യത്തിൽ ബംഗ്ലാദേശിനെയും അനായാസം തോൽപ്പിച്ചുകൊണ്ട് സെമിയോട് വളരെയധികം അടുത്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, രോഹിത് ശർമ്മ ആൻഡ് ഹിസ് ബോയ്സ് ആർ നൗ വെരി ക്ലോസർ ടു ദ സെമി ഫൈനൽസ്. അവർ സെമിയിലേക്ക് നിലവിൽ എത്തിയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്കലി ഒഫീഷ്യലി എത്തിയിട്ടില്ല. പക്ഷേ റിയലിസ്റ്റിക്കലി ചിന്തിക്കുകയാണെങ്കിൽ 100% ടീം ഇന്ത്യ ആ ഒരു സെമി ഫൈനൽസിലേക്ക് എത്തി എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തായാലും കളിയിലേക്ക് തന്നെ വരാം. 50 റൺസിന്റെ വലിയ വിജയം തന്നെയാണ് ബംഗ്ലാദേശിനെ തകർത്തുകൊണ്ട് ടീം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് ടീം ഇന്ത്യ ഉയർത്തിയിട്ടുള്ള 197 എന്നുള്ള വമ്പൻ വിജയലക്ഷ്യം പിന്തുടർന്നെത്തിയ ബംഗ്ലാദേശിന് ആകെ 146 റൺസിലേക്ക് എത്താൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യ ഈ ഒരു വമ്പൻ വിജയത്തോടുകൂടെ സൂപ്പർ 8 ഗ്രൂപ്പിൽ 4 പോയിന്റുമായി 1-ാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. ഇനി അവസാന മത്സരത്തിൽ ഈ വരുന്ന തിങ്കളാഴ്ച ഓസ്ട്രേലിയയെ നേരിടും. മറുപടി ബാറ്റിംഗിൽ ബംഗ്ലാദേശിന് വേണ്ടി 40 റൺസ് എടുത്തുള്ള ഷാൻഡോ മാത്രമായിരുന്നു അല്പമെങ്കിലും ഒന്ന് മികവാർന്ന് കളിച്ചിട്ടുണ്ടായിരുന്നത്. ബൗളർമാരിൽ കുൽദീപ് യാദവാണ് ഇന്ത്യക്കായി ഏറ്റവും മിന്നിക്കത്തിയതെന്ന് പറയാൻ പറ്റും. വാട്ട് എ പെർഫോമൻസ്! എന്തൊരു പ്രകടനമാണ് കുൽദീപ് യാദവ് നടത്തിയിട്ടുള്ളത്. 4 ഓവറിൽ 19 റൺസാണ് താരം വിട്ടുകൊടുത്തത്. 3 വിക്കറ്റുകൾ കുൽദീപ് വീഴ്ത്തിയിട്ടുമുണ്ട്. ജസ്പ്രീത് ബുംറയും അർഷ്ദീപ് സിംഗും 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തിയപ്പോൾ ഹാർദിക് പാണ്ഡ്യ 1 വിക്കറ്റും വീഴ്ത്തിയിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ ബൗളർമാരൊക്കെ ഒന്നിനൊന്നും മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ബാറ്റിംഗിലും ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് ടീം ഇന്ത്യ 196 എന്ന വമ്പൻ സ്കോർ നിന്ന് ഉയർത്തിയിട്ടുണ്ട്. ഓൾറൗണ്ടിൽ ടീം ഇന്ത്യ പൊളിച്ചടുക്കിയ മത്സരം തന്നെയാണ് കടന്നുപോയിരിക്കുന്നത്. നമുക്കറിയാം, മുൻ മത്സരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഇന്ത്യയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വലിയ തോതിലുള്ള സംഭാവനകൾ നൽകിക്കൊണ്ട് തന്നെയാണ് മടങ്ങിയത്. രോഹിത് ശർമ്മ 11 പന്തുകൾ നേരിട്ടുകൊണ്ട് 23 റൺസ് എടുത്ത് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം മികച്ച രീതിയിൽ അറ്റാക്ക് ചെയ്തുകൊണ്ട് കിടിലൻ ടച്ചിൽ നിൽക്കുന്ന സമയമായിരുന്നു. പക്ഷേ ഒരു അനാവശ്യ ഷോട്ടിന് മുതിർന്നുകൊണ്ട് രോഹിത് ശർമ്മ ഔട്ടാവുകയായിരുന്നു. വിരാട് കോഹ്ലിയിലേക്ക് വരികയാണെങ്കിൽ 28 പന്ത് നേരിട്ടുകൊണ്ട് 37 റൺസാണ് താരം എടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ഈ ഒരു വേൾഡ് കപ്പിലെ തന്റെ ഏറ്റവും ഉയർന്ന സ്കോർ കൂടിയായിരുന്നു അത്. വിരാട് കോഹ്ലി ഒരു കിടിലൻ റെക്കോർഡ് കൂടി കുറിച്ചിട്ടുണ്ട്. യെസ്, കോഹ്ലി becomes the first player to have completed 3500 runs in the ICC limited over tournament. ICC limited over ടൂർണമെന്റുകളിൽ 3500 റൺസിലേക്ക് എത്തുന്ന ആദ്യ താരമായി കോഹ്ലി മാറിയിരിക്കുന്നു. ദിസ് ഈസ് ദ ഹിസ്റ്ററി എന്ന് തന്നെ വേണം പറയാൻ. ഋഷഭ് പന്തിലേക്ക് വരികയാണെങ്കിൽ വൺ ഡൗൺ ആയിട്ട് ഇറങ്ങിക്കൊണ്ട് പന്തും പൊളിച്ചടക്കിക്കൊണ്ട് തന്നെയാണ് മടങ്ങുന്നത്. 24 പന്തുകളിൽ നിന്ന് 36 റൺസ്. അദ്ദേഹത്തിന് മികച്ചൊരു സംഭാവന ഇന്ത്യക്ക് വലിയ തോതിലുള്ള സ്കോർ ഉയർത്താൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. പന്ത് ഇപ്പോൾ T20 വിശ്വസ്തനായിട്ടുള്ള ഒരു ബാറ്ററായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യകുമാർ യാദവ് അദ്ദേഹം 6 റൺസ് എടുത്ത് നിരാശപ്പെടുത്തിയപ്പോൾ അവസാനം ശിവൻ ദുബെയും ഹാർദിക് പാണ്ഡ്യയും കൂടി ഇന്ത്യയെ മികച്ച സ്കോറിലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ദുബെ തുടക്കത്തിലൊക്കെ വലിയ തോതിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അദ്ദേഹം പിന്നീട് 24 പന്തിൽ സിക്സറൊക്കെ അടിച്ചുകൊണ്ട് 34 റൺസ് എടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഹാർദിക് പാണ്ഡ്യയിലേക്ക് വരികയാണെങ്കിൽ എന്തൊരു പ്രകടനമാണത്! 27 പന്തിൽ നിന്ന് 50 റൺസ് എടുത്ത് ഇന്ത്യയുടെ ടോപ്പ് സ്കോറായി ഹാർദിക് പാണ്ഡ്യ മാറുന്ന കാഴ്ച. 3 സിക്സും 3 ഫോറുകളും അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും മുംബൈ ഇന്ത്യൻസിൽ കണ്ട ഹാർദിക്കേ അല്ല ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോൾ പൊളിച്ചടക്കുന്ന ഹാർദിക് പാണ്ഡ്യ തന്നെയാണ്. ഏതായാലും ടീം ഇന്ത്യ പൊളിച്ചടക്കിയ മത്സരം തന്നെയാണ് കടന്നുപോയിരിക്കുന്നത്. ബംഗ്ലാദേശിനെയും തകർത്ത് തെരിപ്പണമാക്കിയതോടുകൂടെ ഇന്ത്യൻ ടീം ഇതാ ആ ഒരു സെമിയിലേക്ക് അങ്ങ് ഒഫീഷ്യലി കടന്നിട്ടില്ലെങ്കിൽ കൂടി റിയലിസ്റ്റിക്കലി കടന്നു എന്ന് തന്നെ നമുക്ക് പറയാനും പറ്റും. എന്നാൽ നമ്മുടെ സഞ്ജുവിന് എന്തെങ്കിലും അവസരം ലഭിക്കുമെന്ന് വലിയ തോതിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായാലും നടന്നില്ല. അതിൽ ചെറിയൊരു സങ്കടമുണ്ട്. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.